സൈലൻ്റ് ആയിട്ടുള്ള പ്രെയർ. കൂടെ പ്രാർത്ഥിക്കാൻ ആരുമില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഞങ്ങൾ തന്നെ പ്രാർത്ഥിക്കാൻ പോകുന്ന 5-6 പേരുണ്ട്. ചില ഭക്തന്മാർ പ്രാർത്ഥിക്കുമ്പോൾ സൈലൻ്റ് ആരുമില്ല. ആ പട്ടണമോ യഹൂദന്മാരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന പട്ടണം, ജാതീയമായിട്ടുള്ള ശക്തികൾ കുടികൊള്ളുന്ന പട്ടണം. ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് അനന്യാസ്, ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവേ, ഒരുത്തനെ ഇങ്ങോട്ട് അയക്കണേ. ഞാൻ പറഞ്ഞ ഇവന്മാർ അംഗീകരിക്കത്തില്ല, ഞാൻ പറഞ്ഞ ഇവർ കേൾക്കത്തില്ല, എൻ്റെ വാക്ക് ഇവർ കേൾക്കത്തില്ല. നീ ഒരുത്തനെ അയക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയച്ചവർ അത് ഭയങ്കര ക്വാളിറ്റി ഉള്ളവരായിരുന്നു. അവൻ വന്ന് വീണു, നേർവീതിയിൽ പോയിരിക്കുക. ഇപ്പം കണ്ണ് കാണത്തില്ല. ഞാൻ പറയാം, ശ്രദ്ധിച്ചു കേട്ടോണം. ഞാൻ ചോദിക്കട്ടെ, പത്രോസിന് പോയാൽ പോരായിരുന്നു കൈവെപ്പ് കൊടുക്കാൻ? യോഹന്നാന് പോയാൽ പോരായിരുന്നു ഒരു കൈവെപ്പ് വെക്കാൻ വേണ്ടി? എടാ, അന്തോക്കിയിൽ എന്നെ അപ്പോസ്തലന്മാരില്ലാഞ്ഞിട്ടാണോ? പക്ഷെ അനന്യാസേ, നിന്റെ മേൽ നിയോഗം കിടക്കണേ. ആത്മനിയോഗം നിന്റെ മേൽ കിടക്കുകയാണ്. ആത്മനിയോഗം നിന്റെ മേൽ കിടക്കുകയാണ്. ഓഹോ, വിശ്വസിച്ച് പ്രാർത്ഥിക്കാൻ തയ്യാറാവോ? വിശ്വസിച്ചൊന്ന് പ്രാർത്ഥിക്കാവോ? നിന്റെ വീട്ടിലെ കെട്ട് നീ പൊട്ടിക്കും. നിന്റെ വീട്ടിലെ കെട്ട് പൊട്ടും. നിന്റെ വീട്ടിലെ ബന്ധനം അഴിയും. നിന്റെ ജോലിയുടെ ബന്ധനം അഴിയും. നിന്റെ രോഗത്തിന്റെ ബന്ധനം അഴിയും. നിന്റെ മേൽ നിയോഗം കിടക്കുക. പത്രോസിന് മേലല്ല, നിന്റെ മേലെ നിയോഗം. എനിക്കതുകൊണ്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്നറിയാവോ? അനന്യാസ് പറയാ, ഇവനെ അങ്ങനെ തൊടാൻ പറ്റത്തില്ല കർത്താവേ, ഇവൻ നമുക്ക് ഉപദ്രവം ഉണ്ടാക്കുന്നവരാണ്. പക്ഷേ പരിശുദ്ധമ അവനോട് പറയാ, നീ കൈവച്ചാൽ അവന്റെ മേലൊരു നിയോഗം വെളിപ്പെടുമെന്ന്.